നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വസ്തുവിൻ്റെ കന്നിമൂലയിൽ വൃക്ഷങ്ങൾ നടാമോ എന്നുള്ള ഒരു കാര്യമാണ്. വസ്തുവിൻ്റെ കന്നിമൂലയിൽ വൃക്ഷങ്ങളോ ചെടികളോ ഒക്കെ നടാമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ ഒരു സാങ്കേതികമായിട്ട് വാസ്തുവിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള ചില കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതായത് കന്നിമൂല എന്ന് പറയുന്ന അവിടുത്തെ എലിമെൻ്റ് എന്ന് പറയുന്നത് എർത്താണ്. നമ്മൾ പഞ്ചഭൂതങ്ങളിൽ എർത്ത് എന്ന എലിമെൻറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ മണ്ണിൻ്റെ വെയിറ്റ് കൂട്ടുന്ന രീതിയിൽ മണ്ണ് വരുന്നത് നല്ലതാണ്. അവിടെ ചെടികൾ നടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പോട്ടോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യം നമ്മളിവിടെ വെച്ചാൽ അവിടെ മണ്ണ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വെയിറ്റും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ചെടികൾ നമുക്ക് നട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ മണ്ണ് കൂടുകയും നമ്മുടെ എർത്ത് എലിമെൻറ്റിൻ്റെ പ്രാമുഖ്യം കൂടുകയും ചെയ്യും. അപ്പോൾ അതൊരു വലിയ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കന്നിമൂല നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരുപാട് ജലസാന്നിധ്യം ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കന്നിമൂലയിൽ എന്തെങ്കിലും ചെടികൾ നടുന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ആവശ്യമുള്ള ചെടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വെള്ളം അവിടെ വീണ്ടും നമ്മൾ ഒഴിച്ചിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഡിമാൻഡ് ചെയ്യുന്ന ചെടികൾ നമ്മൾ ഒഴിവാക്കുക. മാക്സിമം നമ്പർ ഓഫ് പോട്ട്സിൽ നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് വളർത്താൻ പറ്റുന്ന ചെടികൾ നടുന്നുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പോൾ വൃക്ഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ കോൺസെപ്റ്റ് അവിടെ മാറും. അപ്പോൾ നമ്മളൊരു അവിടെ വെള്ളം ഒഴിക്കുന്നതായാലും ഒക്കെ നമുക്ക് മാറും. അപ്പോൾ കഴിയുന്നതും ചെടികൾ നടാം. ചെടികൾ നടുമ്പോൾ അത്യാവശ്യം നല്ല മണ്ണ് കൂമ്പാരം കൂട്ടി വെച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇൻ കേസ് നിങ്ങൾ ചെടികൾ നടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു മൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ആ മൗണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കന്നിമൂല ഭാഗത്ത് ഒരു എർത്ത് കുറച്ച് കൂടുന്ന രീതിയിൽ, എർത്ത് എലിമെൻറ്റിന് കൂടുതൽ പവർ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ വീടിന് ഗുണകരമായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അതിനെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.